കേരളത്തിൻ്റെ പുതിയ DGP ആയിട്ട് റബാഡ ചന്ദ്രശേഖർ ചുമതലയേറ്റത് ഇന്നലെയാണ്. റബാഡ ചന്ദ്രശേഖർ ചുമതലയേറ്റതിന് തൊട്ടു പിന്നാലെ CPM-നകത്ത് പല അസ്വാരസ്യങ്ങൾ ഉയർന്നു വരുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ P. ജയരാജൻ റബാഡയെ എതിർത്തുകൊണ്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് വരുന്നു. പക്ഷേ MV ജയരാജൻ അറിയിച്ചു. അതെ, MV ജയരാജൻ പക്ഷേ റബാഡയെ അനുകൂലിച്ച്, CPM-ലെ സംസ്ഥാന സെക്രട്ടറിയും റബാഡയെ അനുകൂലിച്ച്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ റബാഡ CPM-നകത്തൊരു തലവേദനയായി മാറിയിട്ടുണ്ടോ? റബാഡ വന്നതിന് ശേഷം ഇപ്പോൾ ചർച്ചയാകുന്നത് CPM-ന്റെ ഈ ഒരു നിലപാടില്ലായ്മയാണ്. അതായത് CPM-ന്റെ എല്ലാ കാലത്തും നിലപാടില്ലായ്മയാണ് ഞങ്ങളുടെ നിലപാട് എന്നുള്ള ഒരു 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 രീതി ഉണ്ടായിരുന്നു. ആ രീതിയാണ് ഇപ്പോൾ ചർച്ച വിഷയത്തിലേക്ക് വന്നിരിക്കുന്നത്, മുഖ്യധാരയിലോട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത്. കാരണം നമുക്കറിയാം, CPM ഏതെങ്കിലും ഒരു വിഷയം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അങ്ങറ്റം വരെ പോരാട്ടം നടത്തുകയും എന്നിട്ട് പതിറ്റാണ്ടുകൾക്ക് ശേഷം അതിലൊരു മാറ്റം വരുത്തുകയും അതിന് പിന്നീട് അപ്പോൾ പ്രതിപക്ഷമായിരുന്നു ശരി എന്നുള്ളത് തെളിയുകയും ചെയ്യാറുണ്ട്. ഇത് കേരളം ഒഴികെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ ഇവരുടെ ഈ ഒരു ഏർപ്പാട് കാരണം ഇവരിപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ ഒന്നും തന്നെ ഇല്ല, അവശേഷിക്കുന്നില്ല. ഇപ്പോൾ കേരളത്തിൽ മാത്രമാണ് ഇവർ നിലനിൽക്കുന്നത്. അതിന് കനലൊരു തരി എന്നൊക്കെ പറഞ്ഞ ഇവർ അതിൽ അഭിമാനപൂരിതരംഗ ആവാറുണ്ട്. അപ്പോൾ റബാഡയുടെ നിയമനത്തിനെ തുടർന്ന് അതിനെ ചുറ്റിയുള്ള കുറച്ച് ചോദ്യങ്ങൾ ഇവിടെ വന്നിരിക്കുക. നമുക്കറിയാം, റബാഡ ചന്ദ്രശേഖറാണ് കൂത്തുപറമ്പ് കേസിലെ ഒരു കേസിൻ്റെ സമയത്ത് ASP ആയിട്ട് ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ. അപ്പോൾ ആ കൂത്തുപറമ്പ് വിഷയം എന്താണെന്നുള്ളതിലേക്ക് നമുക്ക് കിടക്കാം. അതായത് 1994 നവംബർ 25 ആ ഒരു ദിവസമാണ് ഈ ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവം അരങ്ങേറിയത്. അന്ന് MV രാഘവൻ, CPM-ന്റെ തന്നെ MV രാഘവൻ പാർട്ടി അതെ ക്ഷമിക്കണം ആ ഒരു പാർട്ടിയിലുള്ള ഭിന്നതകൾ കാരണം അദ്ദേഹം കരുണാകരൻ സർക്കാർ അന്ന് കോൺഗ്രസിലേക്ക് പോവുകയും കരുണാകരൻ സർക്കാരിലെ മന്ത്രിസഭയിൽ ഒരു മന്ത്രിയായിരിക്കുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ അവിടെ കൃത്യമായിട്ട് തന്നെ ആ ഒരു ചടങ്ങ് നടന്ന സമയത്ത് അവിടെ ഒരു കൃത്യമായ പോലീസിന്റെ ഇന്റലിജൻസ് ഉണ്ടായിരുന്നു, അവിടെ ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അതായത് ഈ ഒരു സ്ഥലത്തേക്ക് പോകരുത്, അവിടെ പ്രക്ഷോഭം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത്. പക്ഷെ MV രാഘവൻ അത് വകവയ്ക്കാതെ അങ്ങോട്ട് പോവുകയാണ് ഉണ്ടായത്. സ്വാശ്രയ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട് കർണാടക സർക്കാരിനൊരു നയമുണ്ടായിരുന്നു. ആ ഒരു നയം എന്ന് പറയുന്നത് സ്വാശ്രയ സർക്കാരിനോടും വിദേശ സർവകലാശാലകളില്ല, പക്ഷെ അവരോട് ഒരു അനുകൂലിക്കുന്ന നയമായിരുന്നു കർണാടകൻ സർക്കാരിനുണ്ടായിരുന്നു. അപ്പോൾ അതിനോട് DYFI, CPM തുടങ്ങിയ ഇടതുപക്ഷ സംഘടനകൾക്ക് എതിർപ്പായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ കൂത്തുപറമ്പിൽ വന്നാൽ കുറേയധികം പ്രശ്നം ഉണ്ടാവും എന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടുകയും അതിനെ ഒരു പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് MV രാഘവൻ അങ്ങോട്ട് ചെല്ലുകയും ചെയ്തു. അപ്പോൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ DYFI അവിടെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളും മറ്റും സൃഷ്ടിച്ചു, പ്രതിഷേധങ്ങൾ കാഴ്ചവെച്ചു. പക്ഷേ MV രാഘവൻ അവിടെ നിന്ന് അങ്ങനെ മടങ്ങേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ടായി. അപ്പോൾ MV രാഘവൻ ഇതിന് തയ്യാറുമല്ല. കാരണം നമുക്കറിയാം, MV രാഘവൻ ഇതിനൊരു ഈഗോ ക്ലാഷ് കിടപ്പുണ്ട്. MV രാഘവനായിരുന്നു മുൻപ് ഇപ്പുറത്തെ മറുപക്ഷത്തായിരുന്നു. അതുമാത്രമല്ല, DYFIയുടെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത് MV രാഘവനായിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ട് ഇദ്ദേഹത്തിനൊരു ഈഗോ ക്ലാഷ് ഉണ്ടാവുകയും ഇദ്ദേഹം അവിടെ നിന്ന് പോകാൻ തയ്യാറാകാത്ത ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ അവിടെ ഒരു സംഘർഷം ഉണ്ടാകുന്നു, സംഘർഷം മുറുകുന്നു. അവിടെ പോലീസിന് അന്നത്തെ ഡെപ്യൂട്ടി കളക്ടറായിരുന്ന TT ആന്റണി പോലീസിനോട് വെടിവെക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്യുകയാണ്. അപ്പോൾ ആ വെടിവയ്പ്പിലാണ് 5 DYFIക്കാർക്ക് ജീവൻ നഷ്ടപ്പെടുന്നത്. അതിനോടൊപ്പം തന്നെ ഒട്ടനവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അതിൽ നമ്മൾ ഉയർന്നു കേട്ടൊരു പേരാണ് സഖാവ് പുഷ്പന്റെ പേര്. കാരണം അത് ഉയർന്നു കേൾക്കാനുള്ള കാര്യം എന്തെന്ന് പറഞ്ഞാൽ, ഈ പരിക്കേറ്റ സഖാവ് പുഷ്പന് പിന്നീട് ഏതാണ്ട് 3 പതിറ്റാണ്ടോളം പാരാലൈസ്ഡ് ആയിട്ട് കിടക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ 30 വർഷത്തോളം അദ്ദേഹത്തിൻ്റെ ജീവിതം കൊടുക്കേണ്ടി വന്ന ഒരു കാര്യം കൂടിയാണിത്. അപ്പോൾ പിന്നീട് നമ്മൾ കണ്ടതാണ് ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ സഖാവ് പുഷ്പനെ ഒരു സമരപ്രതീകമായിട്ടും അല്ലെങ്കിൽ നിശ്ചയദാർഢ്യത്തിൻ്റെ ഒരു പ്രതിബിംബമായിട്ടൊക്കെ പ്രകീർത്തിച്ചു ഒരുപാട് പാർട്ടി ഗാനങ്ങളും DYFI, CPI നേതാക്കൾ എഴുതി ആലപിച്ച് ചിട്ടയായിട്ട് പാടുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ പുഷ്പനെ അറിയാമോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള നൃത്ത രൂപങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. DYFI തന്നെ കോർഡിനേറ്റ് ചെയ്ത ഒരു നൃത്തരൂപം, അത് സഖാവ് പുഷ്പന് അതെല്ലാം കാണേണ്ട ഒരു ഗതികേട് കൂടെ ഉണ്ടായി എന്നുള്ളതാണ് വളരെ വിഷമകരമായ ഒരു വസ്തുത. എന്തായാലും ഈ ഒരു കഴിഞ്ഞ വർഷം ഈ ഒരു നീണ്ട പോരാട്ടത്തിന് ശേഷം സഖാവ് പുഷ്പൻ മരണത്തിന് കീഴടങ്ങുകയും ചെയ്തു. അപ്പോൾ ഇത് എന്തിനു വേണ്ടിയായിരുന്നു ഈ CPM ഇതെല്ലാം ചെയ്തത് എന്നുള്ളതാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ഈ ചോദ്യം. കാരണം സ്വാശ്രയ വിദ്യാഭ്യാസത്തിൻ്റെ അതിനുള്ള നയം CPM മാറ്റിയിരിക്കുകയാണ്. കൃത്യമായിട്ട്
ആ നയം മാറ്റി. ഇപ്പോൾ അതായത് നമ്മൾ മുൻപ് പല വിഷയങ്ങളിലും CPM ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, നയം മാറ്റൽ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിനെ നാണമില്ലാതെ ന്യായീകരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ പ്രതിഷേധം എന്ന് പറയുന്നത് പല രീതിയിൽ സംഘടിപ്പിക്കാവുന്ന കാര്യമാണ്. പ്രതിഷേധം ജനാധിപത്യമായിട്ടുള്ള രീതിയിൽ സംഘടിപ്പിക്കും. പക്ഷേ മന്ത്രിയുടെ വഴി തടയുന്ന രീതിയിൽ അവരത് അന്ന് സംഘടിപ്പിച്ചു എന്നുള്ളത് അന്നാണ് അതവിടെയാണ് വഴിത്തിരിവുണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടാവുകയും ഈ ഒരു പ്രക്ഷോഭം ഉണ്ടായതിനു ശേഷം CPM വളരെ രൂക്ഷമായ ഒരു രീതിയിലാണ് പ്രതികരിച്ചത്. അതായത് ഇതിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെയും മറ്റും വ്യക്തിപരമായി അവർ പേരെടുത്ത് പറഞ്ഞിരുന്നു ആക്രമിച്ചപ്പോൾ. അപ്പോൾ അവർ പറഞ്ഞത് ഇങ്ങനെയാണ്, അതായത് അന്ന് വെടിവയ്പ്പിൽ അന്ന് സ്ഥലത്തുണ്ടായിരുന്നത്, രംഗത്തുണ്ടായിരുന്നത് നമ്മുടെ റവാഡ ചന്ദ്രശേഖർ, അന്ന് ASP ആയിട്ട് അദ്ദേഹം അന്ന് തലശ്ശേരിയിൽ ചാർജ് എടുത്തിട്ട് വെറും 2 ദിവസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിന് മറ്റ് രാഷ്ട്രീയ താല്പര്യങ്ങളോ ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം അദ്ദേഹത്തിന് പുതിയ ഒരു ഒട്ടും പരിചിതമല്ലാത്ത ഒരു രംഗത്തിലേക്കാണ് അദ്ദേഹം വരുന്നത്. പിന്നെ അവിടെ ഉണ്ടായിരുന്നത് DYSP ആയിട്ടുള്ള ഹക്കീം ബത്തേരിയാണ്. അദ്ദേഹം പരിചയസമ്പന്നനാണ്. പക്ഷേ അവിടെ നിന്ന് ഈ ഒരു സംഭവം നേരത്തെ ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടിയത് കൊണ്ടായിരിക്കാം SP ആയിട്ടുള്ള പത്മകുമാർ അവിടെ നിന്ന് വിട്ടുനിന്നു. പത്മകുമാർ വളരെ തന്ത്രപൂർവ്വം ഇതിൽ നിന്ന് തലയൂരി. കാരണം പിന്നെ DYSP പരിചയസമ്പത്തുള്ള അനുഭവ സമ്പത്തുള്ള DYSP അവിടെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം കാര്യങ്ങൾ നോക്കിക്കോളൂ, എന്തെങ്കിലും പ്രശ്നം തലയിൽ വീഴുകയാണെന്നുണ്ടെങ്കിൽ അവർ രണ്ടുപേരും കൂടി അങ്ങ് എടുത്തോളും എന്നുള്ള രീതിയിലായിരിക്കും. ഇന്നും പത്മകുമാറിൻ്റെ പേര് ഇതിൽ കേൾക്കാറില്ല. പക്ഷേ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ നവാഗതനായിട്ടുള്ള റവാഡ ചന്ദ്രശേഖറും DYSP ആയിട്ടുള്ള ഹക്കീം ബത്തേരിയും അതായത് വെടിവയ്പ്പിന് ഉത്തരവ് നൽകിയ ഡെപ്യൂട്ടി കളക്ടറായിട്ടുള്ള TT ആന്റണിയുമാണ് ഈ പ്രതിസ്ഥാനത്ത് വന്നത്. അപ്പോൾ അന്ന് സർക്കാർ ഇവർക്കെതിരെ കൊലപാതക കുറ്റത്തിന് കേസിന് പോവുകയും പക്ഷേ പിന്നീട് 2012 കോടതി റവാഡ ചന്ദ്രശേഖരനെ കുറ്റവിമുക്തനാക്കുകയും ചെയ്തു. കാരണം പ്രോസിക്യൂഷനിലുള്ള ചില വീഴ്ചകളെ ചൂണ്ടിക്കാട്ടിയാണ് ഇങ്ങനെ കോടതി ചെയ്തത്. അതിനുശേഷമാണ് ഈ പറയുന്ന CPM നിലപാടുകൾ മാറ്റുക, അതായത് സ്വാശ്രയ കോളേജുകളുമായി ബന്ധപ്പെട്ട് പല നിലപാടുകൾ മാറ്റുകയും ഒക്കെ ചെയ്തത്. വിദേശ സർവകലാശാലകൾക്ക് ഉള്ള ഇടപെടൽ, അതായത് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുള്ള ഇടപെടലുകളിലും മറ്റും കോളേജുകൾ അതിനെ പറ്റിയുള്ള നയങ്ങളിലൊക്കെ നല്ല രീതിയിൽ വെള്ളം ചേർത്തിട്ടുണ്ട്. എന്തായാലും അവർ നിലപാട് മാറ്റിയത് നല്ല കാര്യമാണ്. പക്ഷേ ഇവർ ഈ നിലപാട് മാറ്റുമ്പോഴും ആ പഴയ നിലപാടിനെ ന്യായീകരിക്കുന്നുണ്ട് എന്നൊക്കെ ഉള്ളതാണ് ഇതിനകത്ത് ഇവരുടെ ഇരട്ടത്താപ്പ് പുറത്തു കൊണ്ടുവരുന്നത്. അപ്പോൾ ഇപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റവാഡ ചന്ദ്രശേഖർ വരുന്ന സമയത്ത് ഇവരൊരു കാര്യം വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്. റവാഡ ചന്ദ്രശേഖർ, അതായത് പാനലിൽ അറിയാമല്ലോ, ബിജേഷിന് അറിയാമല്ലോ, പാനലിൽ മറ്റ് യോഗ്യരായിട്ടുള്ള ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു. അവരെ ഒന്നും പരിഗണിക്കാതെ റവാഡ ചന്ദ്രശേഖരനെ തന്നെ, 2ാം സ്ഥാനക്കാരനായ റവാഡ ചന്ദ്രശേഖരനെ തന്നെ പരിഗണിക്കുമ്പോൾ അത് എന്തുകൊണ്ടാണ് എന്ന് വ്യക്തമാക്കേണ്ടത് ഇവരുടെ ഒരു ഉത്തരവാദിത്തമാണ്. കാരണം ഇവർ മറ്റുള്ളവർക്ക് ക്ലീൻ ചിറ്റ് ഇല്ല എന്നുള്ള ഇത് പറഞ്ഞുകൊണ്ട് അവഗണിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഇതിൽ UPSC കൊടുത്ത 3 പേരുകളാണ്. അതെ, ഒരു 5 പേരുകൾ ഇവര് കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കുകയും അതിൽ നിന്ന് ബാക്കിയെല്ലാം ഒഴിവാക്കിയിട്ട് 3 പേരുകളാണ് സംസ്ഥാന സർക്കാരിന് കൊടുത്തിരുന്നത്. അതെ, നിതിൻ അഗർവാൾ, റവാഡ ചന്ദ്രശേഖർ, യോഗേഷ് ഗുപ്ത. ഈ 3 പേര് കൊടുത്തതിനകത്ത് സംസ്ഥാന സർക്കാരിന് തീരുമാനമെടുക്കാം. യോഗേഷ് ഗുപ്ത എന്തായാലും സംസ്ഥാന സർക്കാർ എടുപ്പിക്കില്ല, നിതിൻ അഗർവാളിനും സാധിക്കില്ല. പിന്നെ തമ്മിൽ ഭേദം തൊമ്മൻ എന്ന നിലയിൽ റവാഡ ചന്ദ്രശേഖരനെ നിയമിക്കുക എന്ന കാര്യം മാത്രമേ ഉള്ളൂ അതിനകത്ത്. അത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിനകത്ത് ഇവരിങ്ങനെ ചെയ്യുമ്പോൾ ഇവർ പറയാതെ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, കൂത്തുപറമ്പ് കേസിൽ കൂത്തുപറമ്പ് ഉണ്ടായ അന്ന് അവരെടുത്തിരുന്ന നിലപാട് തെറ്റായിരുന്നു ഒന്നുകിൽ ഇവർ അംഗീകരിക്കണം. അതല്ലെങ്കിൽ അന്ന് കരുണാകരൻ സർക്കാരിന് മറ്റൊരു മാർഗ്ഗം ഇല്ലാത്തത് കൊണ്ട് ഇത് ചെയ്തതാണ് എന്ന് ഇവർ അംഗീകരിക്കണം. ഇതിലേതെങ്കിലും ഒന്ന് ഇവർ അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ റവാഡയുടെ നിയമനത്തിനെ അവർക്ക് സാധൂകരിക്കാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ എന്തായാലും അന്ന് ജീവൻ കൊടുത്ത DYFI പ്രവർത്തകർക്ക്, DYFI സഹോദരന്മാർക്ക് ഇപ്പോൾ യാതൊരു വിലയും ഇല്ലാതെ വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഭാരതാംബ വിവാദവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് DYFI SFI പ്രവർത്തകർ തെരുവിലിറങ്ങിയിട്ടുണ്ട്. ഇവരൊക്കെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇപ്പോൾ ഭരണത്തിലിരിക്കുന്ന നേതാക്കന്മാരുടെ മക്കൾ പഠിച്ചത് ഈ സ്വാശ്രയ കോളേജുകളിലാണ്, ഈ വിദേശ സർവകലാശാലകളിലാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ജീവിതവും ജീവനും ഒക്കെ കളയുന്നത് ഏത് പ്രസ്ഥാനത്തിന് വേണ്ടിയാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ ഭാരതാംബ വിവാദവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ തെരുവിലിറങ്ങി നിങ്ങൾ ഈ പ്രക്ഷോഭങ്ങൾ കാണിക്കുമ്പോൾ നാളെ ഇവർ ഭാരതാംബ എടുത്ത് പൂജിക്കില്ല, അവരുടെ നിലനിൽപ്പിന് വേണ്ടി ഭാരതാംബയെ നാളെ പൂജിക്കില്ല എന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഉറപ്പുണ്ടോ? എന്തായാലും അവസാനമായിട്ട് നമുക്ക് സഖാക്കന്മാരോട് ചോദിക്കാനുള്ളത് ഒരു പാട്ട് മാത്രമാണ്. പുഷ്പനെ അറിയാമോ, നിങ്ങൾക്ക് പുഷ്പനെ അറിയാമോ? ഇതാണ് നമുക്ക് അങ്ങോട്ട് ചോദിക്കാനുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.